ഹായ് ഓൾ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോഴിക്കഥയായിട്ട് വന്നതാണ്. എൻ്റെ കോഴിനെ കറി വെച്ച കാര്യം പറയാൻ വന്നതാണ് ഗായ്സ്. അപ്പോൾ ഇതാ ഈ 2 കോഴിനെയാണ് ഞങ്ങൾ കറി വെച്ചത്. അപ്പോൾ കറി ഇങ്ങനെ വെട്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പൂവൻ കോഴിനെ ഞങ്ങൾ കൊടുത്തത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പാവം കോഴിയിലെ ഞാൻ ചെറുതിലേ പോറ്റി വളർത്തിയിട്ട് കണ്ടില്ല, ഞങ്ങൾ തന്നെ കഴിക്കേണ്ട വന്ന്. എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടി കോഴി കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം ഞങ്ങൾ അതിന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാടൻ കോഴി കൊണ്ട് ഒരു കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അതാ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കോഴി തന്നെ ആക്കാം. നല്ല വൃത്തിയുള്ള കോഴീനെ കഴിക്കുകയും ചെയ്യാം. പിന്നെ ബ്രോയിലർ പിന്നെ നമുക്ക് ശരീരത്തിന് ഭയങ്കര മോശമാണെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇവിടെ കുറച്ച് കോഴീനെ വളർത്തിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറി വെച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇതെൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഉപ്പാപ്പ ഞാൻ ചെറുതിൽ എപ്പോഴും കാണലുണ്ട് ഉപ്പാപ്പ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ സൈഡിൽ പോയിട്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പം ഞാനിവിടെ നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളിച്ചെണ്ണയിൽ നല്ലോണം പൊരിച്ചെടുക്കണം. അതുപോലെ തന്നെ കുരുമുളകും ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കണം. കുരുമുളക് പൊരിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം നോക്കണം, അതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്യണം. ആ ചൂടോടെ തന്നെ ക്രഷ് ചെയ്താലും മതി. ഒന്നത് ക്രഷ് ചെയ്യണം. അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും ഒരു 4-5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടേണ്ടി വരും. നമുക്ക് എത്രയാണോ ചിക്കൻ ഉള്ളത് അപ്പോൾ ആവശ്യത്തിന് ആ മഞ്ഞളുടെ ടേസ്റ്റ് നല്ലോണം കുറച്ചൊന്നും ഇങ്ങനെ പൊന്തി വരണം. ഞാനിപ്പോൾ ഒരു 5 സ്പൂൺ ഇട്ടത്. പിന്നെ ഇതാ ഒരു 2 സ്പൂണ് 2 വേണ്ട 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടണം. പിന്നെ ഗരം മസാല, ഉപ്പ്, അത്ര മസാല ഇതിനാവശ്യമുള്ളൂ. ഇനി അടുത്തതാണ് വലിയൊരു കാര്യം. ഇതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കണം. കുറേ സമയം നമ്മൾ ഇതിനെ ഇങ്ങനെ കളിച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുക ചെയ്യുക. ഇങ്ങനെ ചിക്കനിലേക്ക് ഫുൾ മസാല എത്താൻ വേണ്ടിയിട്ടും. പിന്നെ ഇതാ ഈ വെളിയുള്ളി നല്ലൊരു സോഫ്റ്റായി. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് എൻ്റെ ഉപ്പാപ്പയല്ലോ 1 മണിക്കൂർ വരെയല്ലോ ഇതിങ്ങനെ ഇതിലും കൂടുതൽ വെളിച്ചെണ്ണ ഇടും. അപ്പോൾ ഇത് തക്കാളി കുറഞ്ഞ പോലെ തോന്നിയിട്ട് ഞാൻ വലിയൊരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തേ. അപ്പോൾ ഇങ്ങനെ ഇട്ടാലും നല്ലൊരു ടേസ്റ്റ്. ആദ്യത്തെ ഉമ്മമാരെല്ലാം ഇങ്ങനെയല്ലേ ഇടുക. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെയും 1 മണിക്കൂറെല്ലാം ശരിക്കും ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ നമ്മളല്ലേ ഇപ്പം കുക്കറിലല്ലേ വെക്കുന്നത്, ആദ്യമല്ലേ ഇത് ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പത്ത് നിന്ന് ഇങ്ങനെ നല്ലോണം ഡ്രൈ പോലെ ആക്കിയിട്ട് ഞങ്ങൾക്കൊക്കെ കിട്ടല്ലേ. അപ്പം ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ ടേസ്റ്റ് ഒന്നും ശരിക്കും ഒന്നുമല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കറിയാണ്. പൊതുവെ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു കറിയും അങ്ങനെ ഇഷ്ടപ്പെടലില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കഴിച്ചിന്, നല്ലോണം ഇഷ്ടപ്പെട്ടിന്. പിന്നെ ലാസ്റ്റായിട്ട് ഈ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടിയിട്ട് വറവ് കഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. ഇതിപ്പം തന്നെ കണ്ടില്ലേ, കളറ് കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ. അപ്പം അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയവരാണ് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ.